എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ അസുഖം വന്നാൽ നമ്മുടെ ശരീരം എന്ത് ചെയ്യും? നമ്മൾ ഗുളികകളൊക്കെ കഴിച്ച് അസുഖങ്ങളൊക്കെ മാറ്റി ആരോഗ്യവാന്മാരാകും അല്ലേ? അപ്പോൾ നമ്മുടെ ശരീരക്ഷീണങ്ങളും കാര്യങ്ങളൊക്കെ റെഡിയായി, ഡോക്ടറെ കണ്ട് മെഡിസിനൊക്കെ കഴിക്കുമ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തെ ആത്മാവ്, എല്ലാവരുടെ ശരീരത്തിൽ ആത്മാവുണ്ട്. ഈ ആത്മാവ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എല്ലാവർക്കും അറിയത്തില്ല. ഒട്ടുമിക്ക ആൾക്കാരും പറയുന്ന ആത്മാവ് ഹൃദയത്തിലാണ്, ഇല്ലെങ്കിൽ തലക്കകത്താണ്. പല രീതിയിലുള്ള പല സങ്കല്പങ്ങളാണ് ആത്മാവിനെ കുറിച്ച് പറയുന്നത്. എന്നാൽ വേദങ്ങളിൽ വളരെ വ്യക്തമായിട്ട് പറയുന്ന ആത്മാവ് ശരിക്കും സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ നെറ്റിയിലാണ്. അതിന് ഞാനൊരു ഉദാഹരണം പറയാം. അതായത് എല്ലാ മതങ്ങളിലും തന്നെ ആത്മാവിന് ബലം കൊടുക്കുന്നുണ്ട്. നമ്മൾ ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് നമ്മൾ ചന്ദനം തൊടുന്നത് ആത്മാവിന് ബലം കൊടുക്കാൻ വേണ്ടിയാണ്. ക്രിസ്തീയ വിശ്വാസപ്രകാരം നെറ്റിയിലാണ് കുരിശ് വരയ്ക്കുന്നത്. മുസ്ലിം മതവിശ്വാസ പ്രകാരം നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാര തഴമ്പുണ്ട് നെറ്റിയിൽ. അപ്പോൾ എന്താണ്? ആത്മാവിനൊരു ബലമായി. അതേപോലെ തന്നെ നമ്മൾക്ക് ഉണ്ടാകുന്ന നെഗറ്റീവായി വരുന്ന കാര്യങ്ങളൊക്കെ ആത്മാവിന് ബലമുണ്ടെങ്കിൽ അതിനെയൊക്കെ ഈ പറയുന്ന പോസിറ്റീവ് ആക്കും. അപ്പോൾ നമ്മുടെ ശരീരത്തിന് വേണ്ടിയാണല്ലോ ഈ പറയുന്ന ജീവൻ നിലനിർത്താൻ വേണ്ടിയാണ് നമ്മളെല്ലാവരും ആഹാരങ്ങളും കാര്യങ്ങളൊക്കെ കഴിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ആത്മാവിനും കൂടെ ബലം കൊടുക്കണം. അപ്പം ആത്മാവിന് ബലം കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ആരാധനാപരമായിട്ട് എല്ലാ ക്ഷേത്രങ്ങളിലും നമ്മൾ പോയി തൊഴുന്നത്, ഇല്ലെങ്കിൽ ചന്ദനങ്ങളൊക്കെ തൊടുന്നത്. അതിപ്പം ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് ഒരു ചന്ദനം തൊട്ടാൽ മതി. എല്ലാ ക്ഷേത്രത്തിലും പോയി ഈ പറയുന്ന നെറ്റിയും കാര്യങ്ങളൊക്കെ വൃത്തിയിടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ടാണല്ലോ പൂജാരിമാർ ശരിക്കും പറഞ്ഞാൽ പരമശിവൻ, അതായത് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ചാരമാണ് ആകുന്നത്. ആ ചാരത്തെ നമ്മൾ മഹാദേവൻ, ചുടലഭസ്മമാണ് ശരിക്കും പറഞ്ഞ വിധിപ്രകാരം നമ്മൾ തൊടേണ്ടത്. ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന ചാണകം ഉണക്കി പൊടിച്ച് ഭസ്മം നിർമ്മിക്കുന്നു, വാസന ഭസ്മം അങ്ങനെ ഉണ്ട്. അപ്പം നമ്മൾ ഭസ്മം തൊടുമ്പോൾ അത് പറയാതെ തന്നെ എല്ലാവർക്കും അറിയില്ല ഭസ്മം തൊടുന്നത് എന്തിനാണ്. അപ്പം നമ്മൾ ഭസ്മവും കാര്യങ്ങളൊക്കെ തൊട്ടിട്ടാണ് നമ്മൾ പൂജാതി കർമ്മങ്ങൾ വരെ ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന ആത്മാവിന് എങ്ങനെ നമ്മുടെ ഉള്ളിലെ ഒരു ജീവനെ നമ്മൾ എങ്ങനെ ഈ പറയുന്ന പോലെ ബലം കൂട്ടാം, ഇല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഈശ്വര അനുഗ്രഹം വർദ്ധിച്ചെടുക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ആത്മാവിന് ബലം കൂട്ടുന്ന കാര്യങ്ങൾ, ഇപ്പം രോഗം വന്നാൽ നമ്മൾ നേരത്തെ നമ്മൾ ഡോക്ടറെ പോയി കാണും, നമ്മൾ രോഗത്തിന് ചികിത്സ നേടുന്നു. അപ്പൊ ആത്മാവിന് ബലം കൂട്ടുന്ന നമ്മൾ ഈശ്വരൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക. നമ്മൾ നിത്യം ക്ഷേത്രത്തിൽ പോകുമ്പോഴത്തേക്ക് ഷർട്ട് ഊരി തന്നെ കയറും. എല്ലാവർക്കും അറിയാം, ചില ക്ഷേത്രങ്ങളിൽ ഷർട്ട് ഊരാറില്ല. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ തൊഴുമ്പോഴത്തേക്ക് അഞ്ജലി മുദ്രയോടും കൂടി താമരയുടെ രീതിയിലാണ് നമ്മൾ തൊഴുന്നത്. അപ്പം ഈശ്വരന് വരുന്ന എനർജി നമ്മുടെ കയ്യിലൂടെ ഇങ്ങനെ പാസ് ചെയ്ത് എന്താണ് നമ്മുടെ ശരീരത്തെ മൊത്തം ബാധിക്കും ആ ഒരു എനർജി. അപ്പം അതേപോലെ നമ്മൾ ഈശ്വരൻ്റെ ചൈതന്യത്തെ നമ്മൾ നോക്കുമ്പോൾ ആത്മാവിന് ബലം കിട്ടും. നമ്മൾ ക്ഷേത്രത്തിൽ പോയി വലത്തും കാര്യങ്ങളൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്ക്, അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ക്ഷേത്രങ്ങളിൽ പോകുമ്പോഴത്തേക്ക് അവിടുന്ന്, അതായത് വിഗ്രഹത്തിൽ ചാർത്തിയ കളഭം നമ്മുടെ നെറ്റിക്ക് തൊടുമ്പോഴത്തേക്കും അതും ഒരു എനർജിയാണ്. അതേപോലെ തന്നെ തളിച്ചോടെ നടക്കുമ്പോഴത്തേക്ക് ഈ പറയുന്ന 100 പാലും കലക്കുക, അതായത് നമ്മൾ കറക്റ്റായിട്ടുള്ള രീതിയിൽ അത് തൊടുമ്പോഴത്തേക്ക് ഒരു തണുപ്പ് അനുഭവപ്പെടും. അപ്പോൾ ഇങ്ങനെ നമ്മൾ നമ്മുടെ ചിന്തയിൽ വരുന്ന നെഗറ്റീവിനൊക്കെ മാറ്റി നമ്മൾ പോസിറ്റീവ് ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ കയറി തൊടുന്നത്. അപ്പോൾ നമ്മളൊരു ഈശ്വര വ്യക്തിയുള്ള ഒരാളാണെങ്കിൽ ഈ പറയുന്ന നമുക്ക് വരുന്ന ആത്മാവിന് ബലം ഉണ്ടെങ്കിൽ നമുക്ക് ദോഷങ്ങളൊന്നും തന്നെ ബാധിക്കില്ല. ഇപ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാൾ നല്ലപോലെ ഫുഡ് കഴിച്ചിട്ട് നിൽക്കുന്നത്, ഫുഡ് കഴിച്ച ആളും ഫുഡ് കഴിക്കാത്ത ആളും തമ്മിൽ ഇടി വെക്കുകയാണെങ്കിൽ ഫുഡ് കഴിച്ച് ഇച്ചിരി ബലമുള്ള ആൾക്കാർ ജയിക്കും അല്ലേ? അതെല്ലാവർക്കും അറിയാം. അപ്പം നമ്മുടെ ആത്മാവിന് ഈ പറയുന്ന പോലെ ബലവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു രോഗവും വരത്തില്ല, ഒരു പ്രശ്നങ്ങളും ബാധിക്കത്തില്ല, ഒരു ദോഷങ്ങളും ഉണ്ടാകത്തില്ല. ഈ ആത്മാവിന് ബലം കൂടുന്നതനുസരിച്ച് നമ്മുടെ മനസ്സിലെ നല്ല നല്ല കാര്യങ്ങൾ പറയാൻ പറ്റും, നമുക്ക് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ദൈവാനുഗ്രഹം കൊണ്ട് പല പല കാര്യങ്ങൾ പറയാം. പെട്ടെന്ന് ആത്മാവിന് പവറുള്ള ചില ആൾക്കാരൊക്കെ ജ്യോതിഷന്മാർ കഴിക്കുന്നുണ്ട്, പണ്ടുള്ള മുനിമാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർ നമ്മുടെ കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് ഈശ്വരൻ്റെ അനുഗ്രഹത്തിൽ പറഞ്ഞു കൊടുക്കാറുണ്ട് അല്ലേ? ഇതെല്ലാവർക്കും അറിയാം. അപ്പോൾ നമുക്കും ഈ പറയുന്ന അത്രയൊന്നും ആകാൻ പറ്റിയില്ലെങ്കിലും ഉള്ള ഈശ്വര അനുഗ്രഹം നമ്മൾ വർദ്ധിപ്പിക്കുക. നമ്മൾ ക്ഷേത്രങ്ങളിൽ പോവുക, ആരാധനാലയങ്ങളിൽ പോയി നമ്മൾ ഏത് ഈശ്വരനാണ് വിശ്വസിക്കുന്നത് ആ ക്ഷേത്രത്തിൽ പോയി ഈശ്വരനെ കണ്ട് വേണ്ട കാര്യങ്ങളും വഴിപാടുകളൊക്കെ ചെയ്യുമ്പം നമ്മുടെ ഉള്ളിൽ നെഗറ്റീവുമാണ് നമ്മൾ പോസിറ്റീവ് എനർജിയുടെ ഒപ്പം തന്നെ ആത്മാവിന് ബലവും കിട്ടും. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് അറിയേണ്ട കാര്യങ്ങൾ, എല്ലാവരും ക്ഷേത്ര ദർശനത്തിൽ പോവുക. ഈ പറയുന്ന വീടുകളിൽ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് പഞ്ചാക്ഷരി ജപിക്കുക, പുരാതനമായിട്ടുള്ള ഈ പറയുന്ന ഭാഗവതം, മഹാഭാരതം,
പറഞ്ഞ സ്കന്ധ പുരാണങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ, അതായത് ഓം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു ധ്വനി ശരീരത്തിൽ പ്രവർത്തനം ഉണ്ടാവും അല്ലേ. അതുപോലെ തന്നെ ഓം നമഃശിവായ ചെല്ലുമ്പോഴത്തേക്ക് ഈ പറയുന്ന ആത്മാവിന് ബലം കൂടുകയാണ്. ക്ഷേത്രത്തിൽ തന്നെ പോകണമെന്നില്ല. അപ്പം ഞാൻ പറഞ്ഞില്ല, മനസ്സാണല്ലോ ഈശ്വരൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക. അപ്പോൾ ആത്മാവിന് ബലം കിട്ടുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ മറ്റൊരു വീഡിയോ വരുന്നതാണ്. നമസ്കാരം.